ചെങ്ങളം കാവിൽ വാഴും ശ്രീഭദ്രകാളി ഇഷ്ടവരദായിനി നിൻ തിരുനാമം നിത്യം ഭജിച്ചിടുന്നു. നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് ഒരു ഗജപൂജയും ആനയൂട്ടും നടത്തണമെന്നുള്ളത്. അത് ഇന്ന് ഈ കഴിഞ്ഞ ഭരണി തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കലശം കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവതി അതിനെ നമ്മളെ അനുവദിക്കുകയും ഇത് ചെയ്യാൻ പറഞ്ഞുണ്ട്. നമ്മളെ കൊണ്ട് നടത്തിക്കുന്ന രീതി ഭഗവതി എന്ന് ഇങ്ങോട്ട് ഓർപ്പിച്ച ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമസ്കാരം എല്ലാവർക്കും. ചെങ്ങളത്തുകാവിലമ്മയുടെ എല്ലാ മക്കൾക്കും ഭഗവതിയുടെ ഒരു എളിയ ദാസൻ എന്ന രീതിയിൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഭരണി നാളിലെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ ഭദ്രകാളി സേവയുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഭദ്രകാളിദാസരായിട്ടുള്ള എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ് ഭരണി. അമ്മയുടെ നാളാണ്. ആ നാളിന് നമുക്ക് എന്തൊക്കെ ആ ഭഗവതിക്ക് അർപ്പിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മളാൽ കഴിയുന്ന ധനം ധാന്യം എല്ലാം സമർപ്പിക്കാൻ പറ്റണം. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ എല്ലാ കാര്യത്തിലും ചെങ്ങളത്തുകാവിലമ്മയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലുള്ള ഗുരുതി വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ആ ഗുരുതിയാണ് മറ്റ് ദേവതകളുടെ, അതായത് ഭഗവതിയുടെ ഭദ്രകാളി അമ്മയുടെ മറ്റ് ദേവതകളുടേതായിട്ടുള്ള തൃപ്തികരമായ കാര്യമാണ് ഗുരുതി. അതും വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാവരും സഹകരിക്കണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ചെമ്പട്ടിനാട ചുറ്റി ചെങ്ങളം വാഴുന്ന ചെമ്പനീർ പൂവേ ശ്രീഭദ്രേ. ചെമ്പട്ടിനാട ചുറ്റി ചെങ്ങളം വാഴുന്ന ചെമ്പനീർ പൂവേ ശ്രീഭദ്രേ. ആശരണർക്കെപ്പോഴും സുലഭമി ദർശനം, അവിരാമാനന്ദ സുഖദർശനം. ചെമ്പട്ടിനാട ചുറ്റി ചെങ്ങളം വാഴുന്ന ചെമ്പനീർ പൂവേ ശ്രീഭദ്രേ. പായസം നേർന്നു നിന്നടയിൽ വന്നുരിയാടാം ദേവി സഹസ്രനാമം. പായസം നേർന്നു നിന്നടയിൽ വന്നുരിയാടാം ദേവി സഹസ്രനാമം. ദാരിദ്ര്യ ദുഃഖങ്ങൾക്കാശ്വാസമേകണേ ദാരിക നിഗ്രഹേ ദാക്ഷായണി. ദാരിദ്ര്യ ദുഃഖങ്ങൾക്കാശ്വാസമേകണേ ദാരിക നിഗ്രഹേ ദാക്ഷായണി. ചെമ്പട്ടിനാട ചുറ്റി ചെങ്ങളം വാഴുന്ന ചെമ്പനീർ പൂവേ ശ്രീഭദ്രേ.